ഒരു പാളിപ്പോയ മീൻകറിയുടെ കഥയായിട്ടാ ഇന്നെനിക്ക് പറയാനുള്ളത്. അടപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് കടുകിടും, പക്ഷെ നമ്മൾ കടുക് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഉലുവ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, ഉള്ളി, പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഞാനവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മീൻകറി, അതുപോലെ ചിക്കൻ, ബീഫ് ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ഹോസ്റ്റലിൽ ഫുഡ് പുറത്തുനിന്നാക്കി. അപ്പം വെപ്പും കുടിയൊക്കെ അങ്ങ് അവിടെ തീർന്നു. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡാണ് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൊച്ചു പണിയെടുത്ത് ക്ഷീണിച്ച് വരുമല്ലേ എന്നോർത്ത് അങ്ങനെ അധികം അടുക്കളയിൽ എന്നെ കയറ്റാറില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നുണ്ടാക്കുന്ന ഫുഡ് അങ്ങനെ ഉണ്ടാക്കിയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ പഠിച്ചത് കേട്ടോ. എന്ന് വെച്ചിട്ട് അമ്മ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല, അമ്മ അത്യാവശ്യമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മമാരല്ലേ, നമ്മൾ ജോലി ചെയ്ത് വരുമ്പോഴത്തേക്ക് അധികം നമ്മളെ വീണ്ടും കഷ്ടപ്പെടുത്താറില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് മൂപ്പിക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂപ്പിക്കുന്നത്. അങ്ങനെ ഇത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ പുളി ഞാൻ നേരത്തെ പുളി എടുത്ത് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പുളിവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അല്ലാണ്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്യുവേ. കാരണം പുളിവെള്ളം മൊത്തം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുളി കൊണ്ട് വായി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളവും കൂടി നമ്മൾ അഡീഷണലി നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെയും എനിക്ക് അടുക്കളയിൽ കയറി എൻ്റെ പാചകത്തിൻ്റെ നൈപുണ്യം അവർക്കൊന്നും കാണിച്ചു കൊടുക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ 2 കഷ്ണം പുളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മുഴുത്ത അയിലയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പിന്നെ നമ്മൾ അയില എടുത്തിട്ട് മീനെല്ലാം കൂടി പെറുക്കി അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് അതിനത് വെള്ളത്തിൽ മുക്കി താത്തുവാണ്. അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ ഫോൾട്ട് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ അമ്മ ഇല്ലാഞ്ഞുകൊണ്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും അക്ഷയും കൂടെ എൻ്റെ വീട്ടിലോട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഞാൻ അമ്മ വരുമ്പോൾ മീൻകറിയൊക്കെ വെച്ച് അമ്മേനൊന്ന് സർപ്രൈസ് ചെയ്യാമെന്നത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടില്ലെങ്കിൽ പണി പാളുവേ. അങ്ങനെ തിളച്ചപ്പോഴത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2 വേപ്പിലേക്ക് ഇട്ട് കറിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഫോൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്ത് വരയിൽ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചില്ല. വെള്ളം നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് മുങ്ങി തപ്പി എടുക്കണം മീൻ. അതൊന്നാമത്തെ കാര്യം. ഞാൻ എത്ര ഇട്ട് വറ്റിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടതിൽ മുളക് പൊടിയേക്കാൾ മല്ലിപ്പൊടി അങ്ങ് കൂടിപ്പോയി. അതിൻ്റെ കുത്തൽ കാരണം വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. ഒരുമാതിരി കടലക്കറിയുടെ ചുവയായിരുന്നു.